നമുക്ക് ഈശ്വരനോട് നന്ദി പറയാം. ഇയാൾ രക്ഷപ്പെടും. ഇറ്റ്സ് എ മിറാക്കിൾ. വൈദ്യശാസ്ത്രത്തിന് ഇനിയും കീഴടങ്ങിയിട്ടില്ലാത്ത യാഥാർത്ഥ്യം. സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് വെച്ചാൽ ഒരു ശരീരം പൂർണ്ണമായി മരിച്ചു എന്ന് തോന്നിപ്പിക്കുക. പക്ഷേ ജീവന്റെ ചലനം ഒരു ഡോക്ടർക്കും തിരിച്ചറിയാനാവാത്ത വിധം ഉള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക. അത്ഭുതമെന്നൊക്കെ പറയാവുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ലോകത്തുണ്ടായിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നീതിപീഠത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലൊന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിൽ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞ് വൈദ്യപരിശോധനയിൽ പ്രതിക്ക് ജീവനുണ്ടെന്ന് തെളിയുന്നു. അത് പിന്നീട് വലിയ നിയമപ്രശ്നമായി. അതിനുശേഷമാണത്രേ വധശിക്ഷയുടെ വിധിന്യായത്തിൽ അൻറ്റിൽ ഡെത്ത്, മരണം വരെ എന്ന വാക്കെഴുതി ചേർത്തത്. ഏതായാലും എനിക്ക് വേണ്ടി ഡോക്ടർ ജോൺ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. ഒരിക്കലും ഞാനത് മറക്കില്ല. താൻ എന്നോട് നന്ദി പറയാണോ? എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ലേ. ഇയാളെ ആംബുലൻസിൽ നിന്ന് എടുക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഫേസ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ആരും കണ്ടില്ല. ഇതിനകത്ത് തൽക്കാലം മാലതി അല്ലാതെ മറ്റാരെയും കയറ്റണ്ട, സിസ്റ്റേഴ്സിനെ പോലും. പിന്നെ എക്സ്റേയിൽ ബ്രെയിനിന് ഡാമേജ് ഒന്നുമില്ല, അതാ വലിയൊരു ലക്ക്. പക്ഷേ ദേവി അവിടെ നിൽക്കും. വരും. പേടിക്കണ്ട, സാഹിബിന് അബുവിനെ തിരിച്ചു കിട്ടും. അവൻ അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. നന്ദിയുണ്ട്, പെരുത്ത് നന്ദിയുണ്ട്. എന്നോടല്ല, സാക്ഷാൽ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഒരു പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ടാവാം. ഇന്നലെ വരെ ഈശ്വരനെ പഴി പറഞ്ഞവനാ ഞാൻ. എന്നാൽ ഇപ്പോ ഈ നിമിഷം ഞാൻ അവൻ്റെ മഹത്വം അറിയുന്നു. മരണത്തിൽ നിന്നും അബുവിനെ ഇവിടെ വരെ എത്തിച്ചത് അവനല്ലെങ്കിൽ മറ്റാരാണ്? അൽഹംദുലില്ലാ. കൊലക്കയറി നിങ്ങൾ എൻ്റെ മോനെ രക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊലക്കയറി എന്നല്ല ഞാൻ രക്ഷിച്ചത്. തൂക്ക് കഴിഞ്ഞ് കൃത്യം 35-ാം മിനിറ്റിൽ അബുവിൻ്റെ ബോഡി എൻ്റെ ടേബിളിലെത്തി. ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് മരിച്ചു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണമല്ലോ. മരവിച്ച മനസ്സോടെ ഞാൻ അബുവിനെ പരിശോധിച്ചു. പൾസ് ഡെഡാണ്. പക്ഷേ ഹാർട്ട് ബീറ്റ് നോക്കി ഞാൻ നടുങ്ങിപ്പോയി. അബുവിൻ്റെ ഉള്ളിൽ ജീവൻ അവശേഷിക്കുന്നു. വളരെ വളരെ നേർത്ത ഒരു നെഞ്ചിടിപ്പ്. ഇനി നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാം. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു. ഭാഗ്യത്തിന് അബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയായി വന്നത് ദാസായിരുന്നു. അബുവിൻ്റെ നിരപരാധിത്വം അറിയാവുന്ന ദാസും രണ്ടും കൽപ്പിച്ച് എൻ്റെ കൂടെ നിന്നു. എൻ്റെ മനസ്സ് പറഞ്ഞത് ഇത് ദൈവഹിതമാണെന്ന്. നിരപരാധിയായ അബുവിനോട് ഈശ്വരൻ കാണിച്ച കാരുണ്യം. പിന്നെ വൈകിയില്ല. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അബൂബക്കർ മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് ബോഡി വിട്ടുകൊടുത്തു. പിന്നെ അങ്ങോട്ട് ഇവിടെ വരെ ജീവൻ പണയം വെച്ചൊരു കളിയായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഒരായുസിന്റെ സുഹൃതം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ അമ്മുവിൻ്റെയും ആയിഷയുടെയും ഒക്കെ ആത്മാവിൻ്റെ പ്രാർത്ഥനയായിരിക്കാം അബുവിൻ്റെ ഈ പുനർജന്മം. സാഹിബ് അപ്പുറത്തെ മുറിയിലോട്ടിരുന്നോളൂ. അബുവിന് ബോധം വീഴുന്നത് വരെ ഞങ്ങളോടുണ്ടാവും. വേണ്ട ഡോക്ടറെ, രാത്രിയും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ എൻ്റെ കുട്ടീൻ്റെ അടുത്തിരുന്നോളാം. എൻ്റെ മോൻ്റെ കണ്ണൊന്ന് തുറന്നു കിട്ടിയാൽ മതി. കണ്ണു തുറക്കും, അങ്ങ് വിഷമിക്കണ്ട. എൻ്റെ മോൾ ഈ ആശുപത്രി തന്നെ ഉണ്ടായത് ഹയറായി. നാട്ടിലാർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഇവിടെ തന്നെ കബറടക്കിയെന്നാണ് നാട്ടിൽ പറഞ്ഞത്. അബുവിന്റെ ശവശരീരമെങ്കിലും കാണാനായി വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. അബു, അബു, റിലാക്സ്, റിലാക്സ്. യു ആർ ഓൾ റൈറ്റ്. അബു, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ കഴുത്തിൽ ഇപ്പൊ കുരുക്കില്ല. നീ ഇപ്പൊ ആശുപത്രിയില്ല. നിന്റെ ബാപ്പയും ഞങ്ങളെല്ലാവരും അടുത്തുണ്ട്. ദേ നിന്റെ ബാപ്പ. ഓ മോനെ അബു, നമുക്ക് തളിയൂർക്ക് പോണ്ടേ? ദേ രാഘവനൊക്കെ വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും അബുവിന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ തങ്കച്ചന്റെ നാടൻപാട്ട് നീ ഓർക്കുന്നില്ലേ?
ഒന്ന് ഓർത്ത് നോക്കി. വരിക്കച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായം ചാട്ടുളി മുണ തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ വിളിച്ചിട്ടല്ല പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി. അടിച്ചോ? ഫിറ്റായിട്ട് ഇവിടെ ഒന്ന് വാള വെക്കരുത് കേട്ടോ. നഹി ഇത് നഹി 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് മോന്തുവാണല്ലോ. മോന്തുടാ മോന്തും, അതാണ് പട്ടാളക്കാരൻ, ആരെ? എന്റെ കൂട്ടുകാരൻ. പാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും. പാപ്പന്റെ കംസന കൊല്ലാൻ മനസ്സിലാവേണ്ടി ചോദിക്കാ. സ്വന്തം വീട്ടിലിരുന്ന് ഒരു പെഗ് റമ്മ് പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെ പട്ടാളക്കാരനാവാ? അപ്പാണ് ഞാൻ പറഞ്ഞ ഈ പട്ടാളരാത്തി പുള്ളുണ്ട്. വെള്ളം ഒഴിക്കണ്ട, ആവശ്യത്തിനുള്ള കുട്ടുണ്ട്. ആ ബുട്ടി, നീ കഥ മുഴുവൻ പറഞ്ഞില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നേ. നടന്ന സംഭവം എങ്ങനെ കഥയാവുന്നേ? ഓ സോറി, കേൾക്കുന്നൊരു സുഖം കൊണ്ട് പറഞ്ഞതാ. നീ പറഞ്ഞ അങ്ങനെ ദ്രാ സെക്ടറിൽ കുത്തനെ കിടക്കുന്ന മഞ്ഞുമല കയറി ഏറെക്കുറെ മുകളിലെത്തിയപ്പോ ഞങ്ങൾ പാകിസ്ഥാന്റെ ബങ്കർ കണ്ടു. ഉടൻ മേജർ കാലിയ ഒരൊറ്റ അലർച്ചയാണ്. അയ്യോ, ഫസ്റ്റ് അറ്റാക്കാണോ? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന അർത്ഥം. പിന്നെ മഞ്ഞിന്റെ പുറത്ത് കമഴ്ന്ന് കിടന്ന് ഞങ്ങളുടെ ഒരു പ്രകടനമായി. ഞാനായിരുന്നു ഏറ്റവും മുമ്പിൽ. 1.5 മണിക്കൂർ നിർത്താതെ ഫയറിംഗ്, പൊരിഞ്ഞ ഫയറിംഗ്. എന്നിട്ട് എന്തുണ്ടായി? ഞങ്ങൾക്ക് ഒരൊറ്റ കാഷ്വാലിറ്റി. ഈ വക കേസിന് മുമ്പ് ഇത്തിരി ക്യാഷ് കരുതണ്ട. ഇവിടെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ഒരൊറ്റ പട്ടാളക്കാർ മരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ 17 പട്ടാളക്കാര് ഫ്ലാറ്റ്. വെള്ളടിച്ച ഫ്ലാറ്റ് ആവും, വെടി വെച്ചാൽ എങ്ങനെ ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലായില്ല. ഇത് പുള്ളു. അതെ സാഹിബേ, ഇതിപ്പോ നമ്മുടെ പഴയ മന്ത്രി കണ്ട പ്രശ്നമാവുമല്ലോ. ഏത് മന്ത്രി? ഉദ്ഘാടനത്തിന് നിലവിളക്ക് കണ്ടപ്പോ ഹാലിളകിയ മൂപ്പരെ മുസൽമാന് നിലവിളക്ക് ഹറാമാണെന്നല്ലേ ആ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജീവിക്കണോലേക്ക് ഇവിടത്തെ കാറ്റ് ചൊറിച്ചിലുണ്ടാക്കുന്നു പറയണത് ബസലത്തര. ഞാനും എന്റെ കുട്ടികളും ഈ മണ്ണിൽ ജനിച്ച് വളർന്നൂല. ഇവിടത്തെ ഒരു ആചാരവും ഞമ്മക്ക് ഹറാമല്ല. ഈ ഉത്സവവും പെരുന്നാളെന്നൊക്കെ പറയണത് മനുഷ്യന്മാരുടെ ഒത്തൊരുമക്കും കൂടെ വേണ്ടിയിട്ടാ. ജാതി മതമൊക്കെ അവനവന്റെ മനസ്സിലാ. നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക്, ഞമ്മളെ വിശ്വാസം ഞമ്മക്ക്. അതിലൊരു ഉറപ്പുണ്ടായാൽ മതി. ഞമ്മളതിന് ഈമാൻ എന്ന് പറയും. നിങ്ങൾക്ക് മോര് വേണം. അതിനെന്താ കുടിക്കാം? നിങ്ങൾക്ക് വേണോ? കുടിച്ചോ. ശേഖര, അനക്ക് മാണ്ടടോ മോര്? പിന്നെ അതിപ്പോ എന്താ ചോദിക്കാൻ? 30 വർഷമായിട്ടുള്ള ചടങ്ങല്ലേ. തളിയൂരമ്മയുടെ എഴുന്നള്ളിപ്പിന് സാഹിബിന്റെ മോര് കുടിക്കാതെ നടക്കച്ചെല്ലാൻ പാടുണ്ടോ? ശ്രീ അയ്യപ്പനെ കാണണമെങ്കിൽ ആദ്യം വാവര് സ്വാമിയെ വണങ്ങണം, അല്ലേ സാഹിബേ? അപ്പോ ഇവിടെ ഓനും ചെങ്ങായിമാരെ കളിക്കണത്തുണ്ടാവും. കുളിച്ചിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ള നല്ല കഥകളിയുണ്ട്. നാളെ ചരിതം. നിങ്ങൾ വരുന്നോ? അയ്യോ, കഥകളിയോ? എന്റെ അമ്മക്ക് ആയുസ് പാഴാക്കല്ലേ. ലക്ഷ്മി ടാക്കറ്റിന് ഉത്സവ പ്രോഗ്രാമാ. ഉള്ളത്തള്ളിത്ത ഇവിടെ രമ്പേടെ അതിന് പോക്കാ. ഏടാ, കലാമണ്ഡലം ഗോപിയും കോട്ടക്കൽ ശിവരാമനും കൂടെ നളചരിത ആടി തീർക്കുമ്പോഴാ അവന്റെ ഒരു ഉള്ളത്തെ അള്ളിത്ത. ഇതിന്റെ രമ്പ മാറി നിൽക്കും ശിവരാമന്റെ സമയത്തിന് മുമ്പിൽ, അല്ലേ രാഘവസ്വാമി? ഹരഹരോ ഹര. സംഗതി ശരിയാ. പക്ഷെ രമ്പയുടെ കാലിന്റെ അത്രയും വരുമോ ശിവരാമന്റെ കാലിൽ? എടോ കള്ള സ്വാമി, അതല്ലേക്കാ, രമ്പയുടെ ഒരു കാലെന്ന് പറഞ്ഞാൽ ഒരു 1.5 കാല് വരും. അതുകൊണ്ട് പറഞ്ഞതാ. വെറുതെ അല്ലടാ നിന്റെ ശരീരം എങ്ങനെ ആയിപ്പോയത്. വാ. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടിളക്കണ കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലമ്പരിപ്പ് ഈ കലത്തില് വേകൂല, ഈ കലത്തില് വേകൂല. നാഴിലിരുന്നഴി കൊള്ളൂല, ചക്കവലിപ്പൻ ചുളക്കില്ല. നാഴിലിരുന്നഴി കൊള്ളില്ല, ചക്കവലിപ്പൻ ചുളക്കില്ല. ചക്കച്ചുളമുട്ട ചുക്കവോ കൊച്ചേട്ട ഞാൻ അതിനൊരു മാങ്ങ കൂടി താഴെ വീണു. അവന്മാർ അറിഞ്ഞിട്ടില്ല. അവന്മാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണ്ട. വായുകുളി മേടിക്കാൻ പോണ പോലെ പോക്ക്. മാങ്ങ എനിക്ക് മാങ്ങ. വാ. ആഹാ, സേലം മാങ്ങയാണല്ലോ. പച്ചയാ. ഒരു തോക്ക്. നോക്കട്ടെ. അല്ല, AK-47. ആ വണ്ടി വിടരുത്. അതിന്റെ ബ്രേക്ക് നമ്മുടെ ഇല്ലല്ലോ. അയ്യോ, വണ്ടി പോയി. അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഹലോ, വണ്ടി പിടിക്കാം. ലോറി പിടിക്കണം. ആ ലോറി പിടിക്കാൻ ഈ ഓട്ടോറിക്ഷ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി പറഞ്ഞാലോ? എന്നാ കേറ്. അപ്പൊ ഞാനും വാങ്ങിയോ? നീ സൈക്കിളോട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ പോയിട്ട് വരാം. വണ്ടി വിടും.
A2034 AK-47 ഉള്ളത് പറഞ്ഞാൽ ഞാനിത് നേരെ ചൊവ്വേ കാണുന്നത് നല്ലപ്പോഴാ. അന്നേരമല്ലേ ഓരോ അവന്മാര് ചക്കയ്ക്കകത്തും മങ്ങയ്ക്കകത്തും വെച്ച് ഒലത്തുന്നത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായാലും താൻ പറഞ്ഞതുപോലെ ഇതിനകത്തെന്തോ ചുറ്റിക്കളി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എന്റെ അറിവിൽ മിലിറ്ററി കഴിഞ്ഞാൽ ഈ റൈഫിൾ യഥേഷ്ടം ഉപയോഗിക്കുന്നത് ISI പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാ. ആ വഴിക്ക് ഒരു അന്വേഷണം നന്നായിരിക്കും. ആ വഴിക്ക് ചിന്തിച്ചാൽ സംഗതി കുലുമാല. വരട്ടെ, നമ്മളൊക്കെ ഇവിടെ കാക്കിയിട്ടുകൊണ്ടിരിക്കുന്നതേ ശരിക്കാനല്ലല്ലോ. ആ വയ്ക്കോ അബൂബക്കറെ, ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. പിന്നെ അബൂബക്കറിന്റെ വീട് എവിടെയാ ശരിക്കും? തളിയൂര് ക്ഷേത്രത്തിനടുത്താ. ആഹാ, ആ എന്തായാലും താൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒരുമാതിരിപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ വല്ല ആക്രിക്കടയിലും കൊടുത്ത് കാശ് മേടിക്കും. പക്ഷെ താനൊരു പട്ടാളക്കാരനായതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. എനിവേ, താങ്ക് യു സുബേദാർ. ഇത് ഞാനങ്ങനെ വെറുതെ വിടില്ല. SP കറിയാച്ചൻ അതിരെ കയറി കളിച്ചവനെ മണിക്കൂർ വെച്ച് ഞാൻ പൊക്കിയിരിക്കും. താങ്ക് യു സർ. SP അബുവിനങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. എനിക്കാരും വലിയ സന്തോഷത്തിലാ. കൊണ്ടുപോയി കൊടുത്തത് കൊച്ചു കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതൊരു റാക്കറ്റിന്റെ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന്. അത് തെളിയിച്ച പേര് SP തന്നെ. ഇത് ആ ലോറി തന്നെ. അതെ, നമുക്ക് വണ്ടി കസ്റ്റഡിയിൽ എടുപ്പിക്കാം. വാ. എനിക്കൊന്നും കേൾക്കണ്ട. സാധനം സുരക്ഷിതമായി എത്തിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണോ? അതെ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തെറ്റുപറ്റില്ലെന്ന് സാറിനറിയാലോ. എടാ, ഇപ്പൊ പറ്റിയില്ലേ? ഇത് മച്ചാങ്കളിയൊന്നുമല്ല. ഒരു പിഴവ് പറ്റിയ പിന്നെ തല കാണില്ല. ചുമ്മാ ഒന്നും അല്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഞണ്ണിട്ടല്ലേ. ഇതിപ്പോ ഭാഗ്യം കൊണ്ട് ആ പട്ടാളക്കാരന്റെ കൈ കിട്ടി. അവൻ എന്റെ കൈ കൊണ്ട് തരികയും ചെയ്തു. അവനൊരു മൊണ്ണ. ഇല്ലെങ്കിലോ എന്റെ പാറമാതാവേ, നിന്റെ കൃപ ഇല്ലെങ്കി ഇപ്പൊ അനുഭവിച്ചേനെ. അല്ല, അബൂബക്കർ പോയില്ലായിരുന്നു? പോയില്ല. അതുകൊണ്ട് SP സാറിന്റെ തനിനിറം കാണാൻ പറ്റില്ല. അതെന്താണോ അങ്ങനെ? SP കറിയാച്ചന്റെ അതിരെ കയറിയ വണ്ടി മണിക്കൂറുകൾക്കകം പൊക്കുമെന്നല്ലേ സാറ് പറഞ്ഞത്? പൊക്ക്. ദാ നിൽക്കുന്നു കൺമുമ്പില്. പുറത്ത് സാറിന്റെ മൂക്കിന് താഴെ കിടപ്പുണ്ട് തോക്ക് കിടത്തിയ കള്ളവണ്ടി. അതും പൊക്ക്. എന്താ പൊങ്ങുന്നില്ലേ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയും പിറന്ന നാടിനെ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് താൻ ഇനി അധികകാലം സദ്യ ഉണ്ണുകലണ്ട കറിയാച്ച. ഇത് പറയുന്ന അബൂബക്കറാ, സുബേദാർ അബൂബക്കർ. പിറന്ന നാടിന് വേണ്ടി മഞ്ഞും മഴയും അറിയാതെ രാവും പകലും ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിന്ന ഒരു പട്ടാളക്കാരനാ ഞാൻ. ഞാനാ പറയുന്നേ. നിർത്തണ കഴിവറാ മോനെ. നീ പെട്ടിമണിക്ക പട്ടാളമാണെങ്കിലേ ഞാൻ കടത്തി നിൽക്കുന്ന പോലീസാ. പിന്നെ 1.5 ചക്രത്തിന്റെ കാക്കിയുടെ പുറത്ത് കാല് നക്കിയും കൂട്ടിക്കൊടുത്തു എരന്ന് വാങ്ങി IPS ഒട്ടിച്ചു വെച്ച ഏത് എംബോക്കിക്കും SP ആകാം. പക്ഷേ ആത്മാഭിമാനമുള്ളൊരു പോലീസുകാരനാകണമെങ്കിൽ, നട്ടലുള്ള ആണൊരുത്തനാകണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം. ജനിച്ചു നന്നാവണം. അപ്പനപ്പൂപ്പന്മാരെ സുഹൃതം ചെയ്യണം. അയ്യോ, അതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുകയില്ല. സത്യം പറ, ആ ലോറി മുഴുവൻ തോക്കുകളല്ലായിരുന്നു. ഇതെവിടുന്നാ തനിക്ക് കിട്ടിയത്? സേലം മാങ്ങയ്ക്കകത്ത് എങ്ങനെ വന്നു AK-47? കയ്യകളെ കാണിക്കണോ? അപ്പോ
സാറേ സാർ അബു അകത്തുണ്ട്. ഒരു സോഡ വാങ്ങിക്കും. ചെല്ലടാ. നൂർജി സാറ് പറഞ്ഞ SP കേൾക്കുവോ അത് MLA തന്നെ വരണോ? ഞാൻ പറഞ്ഞ SP മൂത്രം ഒഴിക്കും. എന്നാ വന്നട്ടെ സാർ. അല്ലല്ല അത് വേണ്ട. ചിലപ്പോ MLA ഓവർടേക്ക് ചെയ്തു എന്ന് തെറ്റായിരിക്കും. ഓ ഹലോ സാർ ഫോൺ പോക്കറ്റിലെ. ആരാണപ്പോ? ഹലോ ആ ആ ആര് പറഞ്ഞു? എന്റെ ബീരാനെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളീ വ്യത്യാസപ്പെട്ട പാർട്ടിയാ. അതിനിട്ട് മാന്താൻ നോക്കരുതേ. നമ്മളെ പാർട്ടീനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത് വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി പിന്നെ ഏതാ നാട്ടിലുള്ളത്? ഒന്നെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി, അല്ലെങ്കിൽ മുതലാളി വർഗ പാർട്ടി, നമ്മൾ മുസ്ലിം വർഗത്തിന്റെ പാർട്ടി. എന്താ വ്യത്യാസം? പേടിപ്പിച്ചല്ലോ. ഒന്നും കൂടി MLA വിളിക്കണോ സാർ? 1 മിനിറ്റ്. ഞാനില്ലേ പിന്നെന്ത് പേടിക്കാൻ? ഒരു പാക്കറ്റ് ബിൽസ് കൂടി വരും. 2 പാൻ പരാകും പറ്റും. ആ ഈ ചാനല് എന്ന് പറയുന്നത് എന്താ? അമ്പിളി അമ്മാവനാ? പോവാൻ പറയടോ. ശൂന്യാകാശോന്റെ ബാപ്പന്റെ വകയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പച്ച പെയിന്റ് അടിച്ച സാറ്റലൈറ്റ് നമ്മൾ പൊക്കും. അപ്പൊ ഓക്കെ. എന്തൊക്കെ മനുഷ്യന്മാരാണോ. പുറത്ത് ഭയങ്കര പട്ടി ശരിക്കും.